എൻ്റെ ഏറ്റവും അടുത്തവർ എത്ര പേരുണ്ടാവും? മരണം എന്നത് ശരീരത്തിനാണ്, സൂക്ഷ്മം സ്ഥൂലം കാരണം, ആത്മാവിനില്ല എന്നറിഞ്ഞാൽ പിന്നെ ഞാനും അവനുമായി ബന്ധമില്ലല്ലോ. അപ്പോൾ ഞാനും അവനുമായി ബന്ധിച്ചു നിർത്തുന്നത് ഗുരുശിഷ്യമായാലും പിതൃപുത്രമായാലും മാതൃപുത്രമായാലും ദൈവവും സൃഷ്ടിയുമായാലും ആ ഏത് വൈചിത്രത്തിലായാലും ബന്ധമുണ്ടാകുന്നത് അജ്ഞാനത്തിലായതുകൊണ്ട് എൻ്റെ മൃത്യുവായി കണക്കാക്കുന്നത് ബന്ധമുള്ളവരാണ്. അഗ്രീഡ്? അങ്ങനെയാണെങ്കിൽ എൻ്റെ മൃത്യു അവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മരണം തന്നെയാണ്. എന്നിട്ടെന്തേ ഈ ലോകം ഇടിഞ്ഞു പോകാത്തത് എന്നവർ വേദനിച്ച് തലതല്ലും. മറ്റത് തിരിച്ചറിഞ്ഞു എങ്കിൽ ഞാനും അവരുമായി ബന്ധങ്ങളില്ല. ബന്ധമില്ലാതാകാനാണെങ്കിൽ അത് ഗുരുശിഷ്യ ബന്ധമാണ്. ബന്ധമായി ഉറയ്ക്കാനാണെങ്കിൽ അത് ബഹിരംഗ സാധനയാണ്. എഗ്രി? എൻ്റെ ഉള്ളിൽ ഒരു ബന്ധത്തിൻ്റെ പ്രയാണമുണ്ടെങ്കിൽ അതിനുള്ള സ്വേച്ഛ കിടപ്പുണ്ടെങ്കിൽ അതിനുള്ള വാക്കുകൾ വ്യക്തിയുടെ നാമാങ്കിത ഭാവങ്ങളിൽ ചേർത്തെന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ സ്വഭാവത്തെയും സ്വരൂപത്തെയും ഞാൻ അതിൻ്റെ സാമാന്യത്തിൽ നിന്ന് വിട്ട് വിശേഷത്തിലേക്ക് ചിന്തിക്കുന്നു എങ്കിൽ ആ ബന്ധങ്ങളെല്ലാം ബഹിരംഗ സാധനയാണ്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞതല്ലാതെ ഒരാൾ പോലും ഉണ്ടാവില്ല. ബന്ധം അറുക്കുന്നതാണ്, ബന്ധമില്ലായ്മയാണ് അന്തരംഗ സാധനയെങ്കിൽ ആരും അവിടെ ദുഃഖിക്കില്ല. Now it is okay. ശരിയാണ്? ഇല്ല, അല്പം പോലും ദുഃഖിക്കില്ല, ആനന്ദിക്കും. തൻ്റെ പ്രാരബ്ധത്തെ വിട്ട് ശരീരം പൂർണ്ണമായി വെടിഞ്ഞ് ആത്മാവ് ആ ധാമത്തിലേക്ക് എത്തിയ ദിവസത്തെ ആഹ്ലാദതുന്തിലമായി ആഘോഷിക്കും. അതിന് ശരീരത്തെ അതിൻ്റെ കാരണരൂപത്തിലും സൂക്ഷ്മരൂപത്തിലും സ്ഥൂല രൂപത്തിലും വെടിയാനിരിക്കുന്ന ഗുരു ശിഷ്യന്മാരെ വിളിച്ചിരുത്തി സൗമ്യ മര്യാദകളോട് പറയും, ഈ ജന്മം കൊണ്ട് ഈ ശരീരം പൂർണ്ണമായി വെടിഞ്ഞ് സ്വധാമത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. ജീവനിതാ ഇന്ന ധാതുവിൽ നിന്ന് ഇന്ന ധാതുവിലേക്ക് കയറുകയാണ്. അവിടെ ഇന്ന ലക്ഷണങ്ങളും വിഭൂതികളും നിങ്ങൾക്കെന്നെ വെച്ച് പഠിക്കാം, എന്നെ കാണാം. നാളെ നീ പോകേണ്ടതും ഈ പാതയിലൂടെയാണ്. ഇതാ ഇന്ന ധാമത്തിൽ നിന്ന്, ഇത് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക്, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരകത്തിലേക്ക്, മണിപൂരകത്തിൽ നിന്ന് അനാഹതത്തിലേക്ക്, ഇതാ ഓരോ പടിയായി ഞാൻ കയറുമ്പോഴും എൻ്റെ അഷ്ടചക്രോപരി, ഷഡ്ചക്രമല്ല ലലനാചക്രവും സഹസ്രാരവും ചേർത്ത് അഷ്ടചക്രോപരി സംസ്ഥിതയായിരിക്കുന്ന കുണ്ടലിനിയും വിസതന്തു തനീയസിയും ഭവാനിയും ഭാവനാഗമ്യയുമായ ദേവിയെ ഞാൻ പ്രസാദരൂപേണ സമീപിച്ച് അതിൽ വിലയം പ്രാപിക്കുമ്പോൾ എപ്രകാരമാണോ നീയും ഈ കാണായ വിശ്വവും ഈ കാണായ ചരാചര ജഗത്തുമെല്ലാം എനിക്ക് അർത്ഥമില്ലാത്തതായത്, അതുപോലെ തന്നെ അവയുണ്ടാക്കിയ അതേ വസ്തുക്കൾ കൊണ്ട്, അതേ പരമാണുക്കൾ കൊണ്ട്, അതേ പഞ്ചഭൂത തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയ എൻ്റെ ഈ ശരീരത്തെയും അതിൻ്റെ സൂക്ഷ്മരൂപമായിരിക്കുന്ന ദൈഹിക പ്രക്രിയയിലെ രാജസാഹങ്കാരത്തിൽ ഉൽപ്പന്നമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അതിൻ്റെ സാത്വിക പ്രകൃതിയിൽ രൂപാന്തരപ്പെട്ട എൻ്റെ അന്ധക്കരണവുമെല്ലാം ഇതാ ഞാൻ വെടിഞ്ഞ് എൻ്റെ ധാമത്തിലേക്ക് പോകുന്നു. സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ
എന്ന് പറയും. മനസ്സിലായില്ല? ഈ യാത്ര ഋജുവാണ്. ഈ യാത്ര മാനവന് പഥ്യമാണ്. ഈ യാത്ര അവശ്യംഭവിയാണ്. ഈ യാത്ര മാത്രമാണ് അന്തരംഗയാത്ര. അപ്പോൾ നമ്മൾ 2 സാധനകളെ ചിന്തിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അന്തർയോഗ സാധന, അന്തരംഗ സാധന. ബഹിരംഗ സാധന, ബാഹ്യയോഗ സാധന. ജനങ്ങൾ പ്രായേണ പ്രഗ്മാറ്റിസ്റ്റുകൾ ബാഹ്യയോഗ സാധനയിലാണ് പെട്ടിരിക്കുന്നത്. അവരെ പിൻപറ്റി സാധാരണക്കാർ വിദ്യാഭ്യാസം നേടിയാൽ, വിവര സാങ്കേതിക വിദ്യകളൊക്കെ കൈമുതലായാൽ, ആ ബഹിർയോഗ സാധന സത്യമാണെന്നും അതാണ് പുരോഗതിയെന്നും അതാണ് അനിവാര്യമെന്നും വിശ്വസിക്കുന്നവരാണ്. അന്തർയോഗ സാധനയിൽ പ്രാധാന്യം നന്നേ കുറഞ്ഞു വരികയാണ് വിദ്യാഭ്യാസം നേടും തോറും എന്നാണ് നാം കണ്ടത്. ചുരുക്കത്തിൽ അതിൽ ബഹിർയോഗ സാധനയുടെ ഹേതുവും സ്വരൂപവും ഫലവും അപഗ്രഥിച്ചിട്ടു വേണം ഇന്നൊരാൾ അന്തരംഗ സാധനയിലൂടെ നീങ്ങാൻ. മുൻപ് അന്തരംഗ സാധനയിൽ നിന്ന ഒരച്ഛൻ്റെ ആനന്ദവും അമ്മയുടെ ആനന്ദവും കണ്ടാണ് ഒരു കുഞ്ഞ് ആനന്ദത്തിനായി ആഗ്രഹിച്ച് ശ്രൗതമായ സത്യങ്ങളെ, അഴിവില്ലാത്ത നിയമങ്ങളെ അനുസരിച്ച് സ്മാർത്ഥങ്ങളായ കാര്യങ്ങളെ കൂട്ടിയിണക്കി ജീവിച്ചു പോന്നിരുന്നത്. അതിനനേക പദ്ധതികൾ ജീവിതക്രമങ്ങളുടെ വ്യത്യാസവും വിന്യാസവും അനുസരിച്ച് രൂപപ്പെട്ടിരുന്നു. ഒന്നൊരുവൻ്റെ കർമ്മേന്ദ്രിയ വ്യാപാരവും ഒരുവൻ്റെ ജ്ഞാനേന്ദ്രിയ വ്യാപാരവും ഒരുവൻ്റെ അന്തരംഗവും എങ്ങനെ സമഞ്ജസമായിരിക്കണമെന്ന് അവർ ചിന്തിച്ചിരുന്നു. അറിവ് ബാഹ്യമല്ലെന്നും ബാഹ്യമായ പഠിച്ചെടുക്കലുകളൊന്നും പരിചയസീമയെ വർദ്ധിപ്പിക്കുന്നില്ലെന്നും കർമ്മവ്യാപാരങ്ങളുടെ അറിവ് ബീജത്തിൽ, ബീജാംശത്തിൽ, ബീജഭാഗത്തിൽ, ബീജഭാഗ അവയവത്തിൽ അന്തർനിഹിതമാണെന്ന് അവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് കർമ്മത്തെയും പുഷ്കലമാക്കുന്നത് ബോധമല്ല അബോധമാണെന്ന് അവർ കരുതിയിരുന്നു. അതുകൊണ്ട് ബഹിരംഗ സാധനയുടെ സ്വരൂപം, ഫലം, ഇവയുടെ പഠനം കൂടുതൽ നിർണായകമാണ്. ബഹിരംഗ സാധന പാശ്ചാത്യ മാതൃകകളിൽ 2ആണ്. ഇന്ത്യയിൽ 1 മാത്രമാണ്. അതുകൊണ്ട് പാശ്ചാത്യന് ആനന്ദം ലഭിക്കുക സ്വാഭാവികമാണ്. അവൻ്റെ നിത്യജീവിതത്തിനുള്ള തൊഴിലും അവൻ്റെ ആനന്ദത്തിനുള്ള പണിയും രണ്ടും അവന് ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അറിയുന്നിടത്തോളം ആ രാജ്യത്തിൻ്റെ കർമ്മമേഖലകളെപ്പറ്റി പഠിച്ചവർ, അവിടെ പോയിട്ടുള്ളവർ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അറിയുമായിരിക്കും. നിങ്ങൾക്കാവില്ല. ഇവിടുത്തെ കർമ്മരംഗങ്ങളിലെല്ലാം
അതിൽ പരിനിഷ്ണാതന്മാരല്ലെങ്കിലും, അതവരുടെ സ്വഭാവേനയുള്ള കർമ്മമല്ലെങ്കിലും, സ്വഭാവേനയുള്ള കർമ്മത്തെ തടയുന്നതിന് പറ്റുന്ന വിധം നിങ്ങളുടെ തൊഴിൽ രംഗത്തെ കാർക്കശ്യം സജീവമാണ്. നൂറ് കിലോയുടെ ഒരു ചുമട് അനായാസമായ ആനന്ദത്തോടെ ഒരു എഞ്ചിനീയർക്ക് എടുത്തു വയ്ക്കാൻ മനസ്സും ആരോഗ്യവും അത് ലളിതമായി എടുത്തു വയ്ക്കാനുള്ള പൂർവ്വജനിതക അവബോധവും ഉണ്ടെങ്കിൽ അയാൾ, ഒരു വൃദ്ധൻ ഒരു വസ്തു ട്രെയിനിലേക്ക് കയറ്റാൻ വിഷമിക്കുന്നത് കാണുമ്പോൾ അയാൾ എടുത്ത് കയറ്റുന്നത് നിങ്ങളുടെ ജീവിതക്രമത്തിൽ സാധ്യമല്ല. മനസ്സിലായോ എന്നറിയില്ല. അവിടെ സാധ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ സാധ്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കണ്ടേ എന്ന ചോദ്യമല്ല. അതിൻ്റെ തൊഴിൽ യൂണിയനുകൾ നിങ്ങളെ അതിനനുവദിക്കില്ല. അതുകൊണ്ടാണ് കാർക്കശ്യം എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. അവിടെ തൊഴിൽ മേഖലയിൽ രണ്ടുണ്ട്. ഒന്ന്, എനിക്ക് ഭാവാത്മകമായ ആനന്ദം തരുന്ന, ഞാനൊരു പ്രൊഫസറായിരുന്നാലും എനിക്ക് വീട്ടിൽ വരുന്നവരുടെ മുടിയൊക്കെ വെട്ട, എൻ്റെ മുടിയും വെട്ട എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ സാധ്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കർമ്മത്തിൻ്റെ സുന്ദര മുഹൂർത്തങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസവും പരിഷ്കാരവും നിയമവ്യവസ്ഥകളും ഭരണവും ആധ്യാത്മികതയും എല്ലാം കൈകോർത്ത് പിടിച്ച് ചേർന്ന് നശിപ്പിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾക്കിന്ന് ആധ്യാത്മിക വിഭൂതികളും അനുഗ്രഹങ്ങളും അറിവും ഉണ്ടാവുകയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബാഹ്യ സാധനയിലൂടെ, അതെടുത്തു പറയണം. അന്തരംഗ സാധനയിൽ പെട്ടാൽ ഈ നിയമമില്ല. ബാഹ്യ സാധനകളൊന്നും ആനന്ദത്തിന് വഴിയാം വണ്ണം ചെയ്യാൻ സാമൂഹിക നിയമങ്ങൾ, കുടുംബരീതികൾ, ജാതീയങ്ങളായ പരിപ്രേക്ഷ്യങ്ങൾ, മതപരമായ സംഘടിതത്വം ഇവയൊക്കെ ഇന്ത്യയുടെ മേൽ കറുത്ത നിഴൽ വീശി അസ്വസ്ഥമാക്കുന്നു. അതിൽ കൂട്ടുകൂടാനും അതിൽ അത്ഭുതങ്ങൾ പ്രവചിക്കുവാനും അതിനെ ആധ്യാത്മികമായി ദുർവ്യാഖ്യാനം ചെയ്യുവാനും മാത്രമേ ഇന്ത്യൻ ആധ്യാത്മികതയ്ക്ക് നൂതന സാഹചര്യത്തിൽ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങൾ ഓടുമോ എന്ന് എനിക്കറിയില്ല. വാക്കുകൾ ഞാൻ നിർത്തി പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ്. ഇതിലേതെങ്കിലും പദം, ഏതെങ്കിലും വൈഖരി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പഥ്യമല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരുത്തൻ്റെ പ്രാരബ്ധം ഒരിക്കലും എളുപ്പത്തിൽ നീങ്ങുകയില്ലാത്ത വിധം ഇവിടുത്തെ നിയമവ്യവസ്ഥ കാർക്കശ്യം ഉള്ളതാണ്. കൂടുതൽ കാർക്കശ്യം വന്നുകൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ കുട്ടികൾ എവിടെ പ്രസവിക്കണമെന്ന് സാമൂഹിക നിയമങ്ങൾ ഉണ്ടായാൽ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പ്രാരബ്ധത്തിന് പിന്നെ പ്രസക്തിയില്ല. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയല്ല. ഏത് പ്രായത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നും ഏത് പ്രായത്തിൽ അരുതെന്നും ശക്തങ്ങളായ നിയമങ്ങൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചാൽ
അത് സാമാജിക പുരോഗതിക്ക് പകരം അധോഗതിയെ സംഭാവന ചെയ്യും. വിവാഹപൂർവകമായ ഒട്ടേറെ ഇല്ലിസിറ്റ് റിലേഷനുകൾക്കും വൈകല്യങ്ങൾക്കും വഴിവെക്കുകയല്ലാതെ ആ നിയമം ഇന്നതിനു വേണ്ടിയാണ് എന്ന് നിയമജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾക്കത് ഉതകുക ദുസ്സാധ്യമാണ്. അസാധ്യമെന്ന പദത്തേക്കാൾ ശ്രദ്ധാപൂർവം ഞാൻ ഉപയോഗിക്കുന്നത് ദുസ്സാധ്യമെന്നാണ്. മൈ റൈറ്റ് അഡ്വക്കേറ്റ്? ശരിയല്ലേ? നിങ്ങളുടെ നിയമവ്യവസ്ഥയുടെ എല്ലാ നൂലാമാലകളും അകത്ത് കയറി മനുഷ്യ സ്നേഹത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ നീതിയുടെ പേരിൽ പരിശോധിച്ചാൽ അതിൽ നീതിയും ധർമ്മവും വളരെ ദൂരെയാണെന്നും നിയമം മാത്രമേ ഉള്ളൂവെന്നും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവും. അപ്പോൾ സാമൂഹിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, സാമാജിക തലത്തിൽ, സാങ്കേതിക തലത്തിൽ ഒക്കെ ഇത് വളരെ പടർന്നു നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ബഹിരംഗ സാധനയെ ആ തലങ്ങളിലെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് അപഗ്രഥിച്ചാൽ ഈ വിഷയം ഈ ദിവസങ്ങൾക്കുള്ളിലൊന്നും തീരുകയുമില്ല. അത്രയും അതുകൊണ്ട് വിപുലമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആവശ്യത്തിന് വേണ്ടുന്ന ചില സൂചനകളെങ്കിലും നൽകാതെ ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ശങ്കയേറുകയും ചെയ്യും. മനസ്സിലായില്ല? കാരണം കാര്യകാരണ പടലങ്ങളെ അപഗ്രഥിക്കുമ്പോൾ, സ്വരൂപത്തെ ചിന്തിക്കുമ്പോൾ, ബഹിരംഗ സാധനയുടെ സ്വരൂപത്തെ ചിന്തിക്കുമ്പോൾ ഒരുവന്റെ ബഹിരംഗ സാധന അന്തർയോഗ സാധനയ്ക്ക് അനുഗുണമായി അകത്തു നിന്ന് വികസിക്കുന്നുവോ അവന്റെ പുറത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വികസിക്കുന്നുവോ എന്ന രണ്ട് ചോദ്യമുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് വികസിക്കുന്നു. ഒരു പുത്രന്റെ വികാസ പരിണാമങ്ങൾ അവന്റെ ജനിതക സ്മൃതികളിൽ നിന്നല്ല, അവന്റെ അച്ഛനമ്മമാരുടെ ശുദ്ധമായ ബാഹ്യകാമനകളിൽ നിന്നാണ് പുഷ്ടിപ്പെടുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പ്രകൃതിപരമല്ല, പ്രകൃതി വിരുദ്ധമാണ്. അതിൻ്റെ വടുവും താങ്ങിയാണ് അവൻ ആധ്യാത്മികതയുടെ രംഗവേദിയിൽ പോലും പ്രവേശിക്കുകയും വിലസുകയും ചെയ്യുക. പ്രവേശിക്കുകയും വിലസുകയും ചെയ്യുക. വിലസുക എന്നുള്ളതിലല്ല, എങ്ങനെ ഇരട്ടിപ്പിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആധ്യാത്മികതയിലെ വില്ലനി ആധുനിക ലോകത്തിൻ്റെ ശാപമാണ്. ആധ്യാത്മിക ലോകത്തിലെ വില്ലനി അപ്പല ഇരട്ടിച്ചു. ഇല്ല, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് അവൻ്റെ ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം അതിനനുഗുണമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ ശാസ്ത്രീയ സംജ്ഞകളിലൊന്നും ഇപ്പോൾ പങ്കുവഹിക്കുന്നില്ല. കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അച്ഛൻ വീട്ടിൽ നിർണ്ണയിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് അച്ഛൻ്റെ കാമം മാത്രമാണിപ്പോൾ. അതിനെ ഭരിക്കുന്നതും അച്ഛൻ്റെ കാമമാണ്. അമ്മയുടെ കാമവും അച്ഛൻ്റെ കാമവും തമ്മിലുള്ള സംഘർഷമാണ് പലപ്പോഴും വീടിനെ അനവസ്ഥിതമായ ലോകങ്ങളിൽ ഇന്നെത്തിച്ചുകൊണ്ടിരിക്കുക.
അതിൻ്റെ കൂടെയാണ് ഒട്ടേറെ ആധ്യാത്മികവാദികൾ, ഒട്ടേറെ മതനേതാക്കന്മാർ, ഒട്ടേറെ ഗ്രന്ഥ സമുച്ചയങ്ങൾ, ഒട്ടേറെ അധ്യാപകർ, ഇവരുടെ കാമമെല്ലാം കുത്തിനിറച്ച മക്കളുടെ ഗതി. ബാഹ്യമായ ഒട്ടേറെ കാമങ്ങൾ തഴച്ചു കൊഴുക്കപ്പെട്ട തലത്തിൽ വീട്ടിലേക്കെത്തുന്ന മക്കളും, വീട്ടിൽ കാമങ്ങളായി അനവസ്ഥിതമായി കിടക്കുന്ന അച്ഛനമ്മമാരും എല്ലാം ചേർന്ന സംഘർഷപ്രഭവമായ ഒരു ലോകത്തെ അല്ലാതെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ തൻ്റെ വാസനയെ കണ്ടെത്തി തൻ്റെ പ്രാരബ്ധത്തെ തീർക്കുവാൻ പര്യാപ്തമായ നാച്ചുറലായ ജനനം കൊണ്ട് പൂർവികമായ കർമ്മങ്ങൾ തീർക്കുവാൻ വന്ന ഇടത്തെ ശാന്തമായി കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ മണ്ണിൽ ഇന്ന് അതില്ലാതാവുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ എല്ലാം ആകെ ഫലം. ആലോചിച്ച് മാത്രമേ എൻ്റെ വാക്കുകൾക്ക് തലകുലുക്കാവൂ. രവി കുലുക്കുന്ന പോലെ ചുമ്മാ കുലുക്കരുത്. അത് ഈ ഹോട്ടലിലൊരു പട്ടറയെ വെച്ചിരിക്കുന്ന പോലെ അത് ചുമ്മാ കുലുങ്ങും. അത് മുമ്പിലിരിക്കുന്നത് ഞാൻ ഇരുത്തിയിരിക്കുന്നതാണ്. നിങ്ങൾ കുലുക്കാൻ ഇയാളെ നോക്കി. ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് അയാൾ കുലുക്കും. അത് ഈ ബ്രിട്ടനിലൊക്കെ എക്ലെയേഴ്സ് എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്. അവിടെ ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ പ്രസംഗിക്കാൻ നേതാവ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൈയടിക്കാനും ഒക്കെ ആളുകളെ നിർത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതുപോലെ തന്നെ എതിരാളിയുടെ ആളുകളും ഇടയ്ക്കിരിപ്പുണ്ട് കൂവാൻ വേണ്ടി. ഇപ്പം നിങ്ങളുടെ സിനിമാ കൊട്ടകയിൽ അങ്ങനെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ല? കയറാറില്ല. ഫാൻ. നിങ്ങൾ സിനിമ കൊട്ടകയിൽ പോകാറില്ല? അത് ഞാൻ മാത്രമേ പോകാറുള്ളൂ. സിനിമ പോലും കാണുകയില്ല. നിങ്ങളെ കൊണ്ട് പിന്നെ എന്തൊരു കൊള്ളാം. എന്തെങ്കിലും ചെയ്യുന്നവരാണ് പോട്ടെ, പറഞ്ഞു വലിപ്പിക്കാവുന്നത്. അപ്പം അത് കണ്ട് നിങ്ങൾ ഉടനെ സ്വാമി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ പശുവും മറ്റും അതിൻ്റെ നെറ്റിയെ ചെള്ളു വന്നിരിക്കുമ്പം കുലിക്കുന്ന പോലെ എല്ലാം സമ്മതമാണെന്ന് കുലിക്കരുത്. നല്ല ചിന്തിച്ച് പതുക്കെ രാവിലെ അയ്യരല്ലേ കണിയുണ്ടേ? അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, കാണാതെ ഒഴിഞ്ഞു വന്ന് നോക്കിയതാ. എന്നിട്ട് അയ്യരെ തന്നെ കണ്ടു. ഒറ്റ ബ്രാഹ്മണനെ ഒന്നും രാവിലെ കണി കാണരുതെന്ന് നേരത്തെ പറഞ്ഞൊന്നുമല്ലേ? എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഈ തമാശ പറഞ്ഞാൽ പിന്നെ ഞാൻ മറന്നു. അവിടെ ഒരുവന്റെ വാസനയും ഒരുത്തൻ്റെ പ്രാരബ്ധമനുസരിച്ചുള്ള ജീവിത ആവശ്യത്തിനുള്ള കർമ്മവും രണ്ട് ദിശയിൽ കൊണ്ടുപോകാവുന്ന വിധത്തിലാണ് അവിടുത്തെ വ്യവസ്ഥാപിത രീതി രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത്. ബാഹ്യ ജീവിതമാണ് ശരിയെന്ന് ശാസ്ത്രത്തിലൂടെ അവർ വിശ്വസിക്കുമ്പോഴും അവരറിയാതെ അത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു അന്തരാളത്തിലാണ്. എന്നാൽ ഇന്ത്യയിൽ അത് രൂപപ്പെട്ടിരിക്കുന്നത് പ്രാചീനമായ അന്തരംഗ സാധനയ്ക്ക് അനുസൃതമായ രീതിയിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണങ്ങളെ ഹനിച്ചിട്ടാണ്. മനസ്സിലായി? ഹനിച്ചിട്ടാണ്. പൂർണ്ണമായും അല്ല. ഇത് രൂപാന്തരപ്പെട്ടു വന്നത് പ്രാചീനമായ രീതികളിലെ വൈകല്യങ്ങളിൽ ചിലതിനെ, പ്രാചീനമായ രീതികൾ രൂപാന്തരപ്പെട്ടതിലെ വിശേഷവിധിയായ വൈകല്യങ്ങളെ, സാമാന്യത്തിൽ ഇല്ലാത്ത വൈകല്യങ്ങളെ, വിശേഷത്തിലെ വൈകല്യങ്ങൾക്ക് സാമാന്യത്തിൽ സ്ഥിതി കണ്ടെത്തിയ ബൗദ്ധിക ചോദനയിൽ അവയെ ഉന്മൂലനം ചെയ്യുവാൻ ഉദ്ദേശശുദ്ധിയോടെ നീങ്ങിയപ്പോൾ സാമാന്യത്തിൻ്റെ നന്മകൾ അറ്റുപോവുകയും വിശേഷത്തിൽ ചേർത്തുവെച്ച തിന്മകൾ രൂപാന്തരപ്പെടുകയും ചെയ്തതാണ് ഫലത്തിൽ കലാശിച്ചത്. ഉദാഹരണവുമാകാൻ വേണമെങ്കിൽ, ഒരു തൊഴില്, അതിൽ സാധന അനുഷ്ഠിക്കുന്ന ഒരുവൻ്റെ
ജനിതക സ്മൃതികളിൽ നിന്നുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം നിലനിർത്തിക്കൊണ്ട് അവൻ്റെ അബോധത്തെ രഹസ്യമായി അംഗീകരിച്ചുകൊണ്ട് ഇതരന്മാർക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ ചെയ്തത് കാലാന്തരത്തിൽ വന്നൊരു അസ്പൃശ്യതയായി രൂപാന്തരപ്പെട്ടപ്പോൾ മനസ്സിലായില്ല. അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളിലെ വ്യതിയാനം കാലാന്തരത്തിൽ ഭൗതിക നേട്ടങ്ങളെ വെച്ച് അതിനെ അപഗ്രഥിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചപ്പോൾ അവയൊക്കെ പാടെ തെറ്റാണെന്ന് കണ്ടെത്തുവാനിടയായി. മനസ്സിലായില്ല. അതിന് ഉദാഹരണം വേണമെങ്കിലാവാം. ഇരുമ്പ് ഉരുക്കുന്ന ഒരുവൻ ആ ഇരുമ്പ് ഉരുകുന്നൊരു വേളയിൽ, ഖരപദാർത്ഥമായ ഇരുമ്പ് ഉരുകുന്നൊരു വേളയിൽ അത് കാണുന്നവൻ്റെ ദൃഷ്ടി അനുസരിച്ച് അതിൻ്റെ പദത്തിന് മാറ്റമുണ്ടാകും എന്ന് ജീവിതാനുഭവം കൊണ്ട് ഒരു കൊല്ലൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല. അവൻ ഇരുമ്പുരുക്കുന്നിടത്ത് ബ്രാഹ്മണനായാലും ചണ്ടാലനായാലും മറ്റുള്ളവനായാലും അത് കണ്ടുകൂടാ എന്ന തലത്തിൽ അവരെ അസ്പൃശ്യരാക്കി മാറ്റി നിർത്തുന്നു. മനസ്സിലായില്ല. അവിടെ കയറണ്ട, വെളിയിലിരുന്നാൽ മതി. അവൻ സൗമ്യമായി ബഹുമാനാദരങ്ങളോടെ വെളിക്കിരുത്തിയാൽ അതവൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ്. മനസ്സിലായില്ല. പൂജ ചെയ്യുന്ന ബ്രാഹ്മണൻ അയാൾ കൈകാര്യം ചെയ്യുന്ന ജലവും അയാൾ കൈകാര്യം ചെയ്യുന്ന പുഷ്പവും അയാൾ കൈകാര്യം ചെയ്യുന്ന സാധന സാമഗ്രികളും പുറത്തു നിന്നുള്ള ഒരുവൻ്റെ ദൃഷ്ടി കൊണ്ട് മാറിപ്പോകുമെങ്കിൽ അതിൻ്റെ ബലത്തെ ബാധിക്കുമെന്നതിനാൽ അയാൾ ചെയ്യുന്നതൊരു വലിപ്പമുള്ള കാര്യമാണെന്ന ധാരണയിൽ അയാളുടെ മനസ്സിൻ്റെ സൗമ്യത ഇല്ലായ്മ കൊണ്ട് അഹങ്കാരപൂർവ്വം വെളിയിൽ നിൽക്കൂ എന്ന് പറഞ്ഞാൽ അതും വെളിയിൽ നിർത്തൽ തന്നെയാണ്. ഇവിടെ രണ്ടുപേരും വെളിയിലാണ്. മനസ്സിലായില്ല. അഹങ്കാരത്തിലുള്ള വെളിയിൽ നിർത്തലിനെ അവലംബിച്ച് ചേതനയെ പരിശോധിച്ച സാമൂഹ്യ പരിഷ്കാരികൾ ഒരു കൊല്ലനായോ ഒരു ബ്രാഹ്മണനായോ ആ തൊഴിലിൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കാതെ തൊഴിൽ ചെയ്യാത്ത മൂഢന്മാരുടെ സങ്കല്പങ്ങളിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ വിഭൂതി മാറിമറിയുകയുണ്ടായി. മനസ്സിലായില്ല. വെറുതെ ഇരിക്കുന്ന മടിയനും ഒരു കർമ്മവും ചെയ്തിട്ടില്ലാത്തവനും കർമ്മത്തിൻ്റെ ആഴമുള്ള തഥ്യകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവനും കർമ്മത്തിൽ ദ്രവ്യത്തിൻ്റെ സ്വഭാവത്തെയും ഗുണത്തെയും തിരിച്ചറിയാത്തവനും ദ്രവ്യ സ്വഭാവങ്ങളെ പഠിക്കാത്തവനും പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യവിജ്ഞാനവും അറിയില്ലാത്തവനും അത് പഠിക്കാൻ ഇനി താല്പര്യമില്ലാത്തവനും ലോകത്തിലെ ഏത് കാര്യവും ഉറക്കെ പറയാൻ മാത്രം ശേഷി സമ്പാദിച്ചിട്ടുള്ളവനും അതുമാത്രം കൈമുതലായിരുന്ന് എല്ലാവരെയും വാക്കുകൊണ്ട് അനുമിച്ച് ജീവിക്കുന്നവനുമായ എൻ്റെ അടുക്കലേക്ക് മാറ്റി നിർത്തിയ ബ്രാഹ്മണനും മാറ്റി നിർത്തപ്പെട്ട ചണ്ടാലനും ഒക്കെ വന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു ലോകം സാങ്കല്പികമായി കെട്ടിപ്പടുത്ത് അതിനെ മാറ്റുന്നതാണ് വിഭൂതി എന്ന് കണ്ടെത്തുകയും ആ തൊഴിലെല്ലാം ആർക്കും ചെയ്യാവുന്നതാണെന്ന് തീരുമാനിക്കുകയും ദ്രവ്യത്തിന് കാണുന്നവൻ്റെ സ്വഭാവം ഏറ്റുവാങ്ങുന്നില്ല എന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ഭൗതികമായി മാത്രം ലോകത്തെ വ്യാഖ്യാനിക്കുവാൻ ഒരുങ്ങുകയും ചെയ്ത മണ്ടന്മാരുടെ സൃഷ്ടിയാണ് നിങ്ങളുടെ ഇന്നത്തെ ലോകം. നിർത്തിയത് വളരെ ആലോചിച്ചിട്ട് തല കുലുക്കുകയോ കുലുക്കാതിരിക്കുകയോ ചെയ്യാനാണ്. ഭരണരംഗങ്ങൾ, നീതിന്യായ രംഗങ്ങൾ, നിയമരംഗങ്ങൾ എല്ലാം സാമാന്യ വിജ്ഞാനത്തിൻ്റെ വിതിൻ ബ്രാക്കറ്റ്സ് കോമൺ സെൻസിൻ്റെ അതിനൊരു സെൻസിങ് ഉപകരണമുണ്ട്. അത് പോയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. മനസ്സിലായില്ല. ഉദാഹരണവുമാകാം. കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നു ഹൈക്കോടതിയിൽ നിന്ന്. 2 പെരുമ്പാമ്പിനെ ഒരാൾ വളർത്തിയിരുന്നു. അതിലൊരു പെരുമ്പാമ്പ് മുട്ടയിട്ടു. ആദ്യത്തെ പെരുമ്പാമ്പ് ചത്തുപോയി.
നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ, പ്രകൃതി സ്നേഹികൾ ബഹളമുണ്ടാക്കിയപ്പോൾ പോലീസ് രംഗത്തെത്തി പെൺപെരുമ്പാമ്പിനെ കാട്ടിൽ കൊണ്ടുവിട്ടു. മൊട്ട കേസായി. അതിൻ്റെ വിധി നിർണായകമാണ്. മൊട്ട അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം എന്നാണ് കോടതി വിധിച്ചത്. എ ക്ലൈൻറ്റ്, ബി വാദി പ്രതി. ഈ പെരുമ്പാമ്പ് എന്താണെന്നോ മൊട്ട എന്താണെന്നോ അട എന്താണെന്നോ ജഡ്ജി ചിന്തിക്കേണ്ടതില്ല. മനസ്സിലായില്ല? അതിൻ്റെ ഉടമ ഒരു പെരുമ്പാമ്പാണ്. മനസ്സിലായില്ല? അതിനെ കാട്ടിക്കൊണ്ട് വിട്ടു. അതിനെ തേടിപ്പിടിച്ച് ഈ മുട്ട ഏൽപ്പിക്കുക എന്നുള്ളതാണ് വിധിയിൽ വന്നിരിക്കുന്നത്. പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്ന വിധിയാണ്. നിങ്ങൾ വായിച്ചോന്നറിയില്ല. വായിച്ചോ? അത് ഇംഗ്ലീഷിലായിരുന്നു ഏറ്റവും രസം. ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത്. അത് ആ വിധി അതേപടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത്. അത് വായിച്ചാൽ നമ്മുടെ ജഡ്ജിമാർ പാമ്പിനെ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെന്ന് മനസ്സിലാവും. രണ്ടു മനുഷ്യർ തമ്മിലുള്ള കേസ് പോലെയാണ്. ഈ കേസ് കൊടുത്തത് പെരുമ്പാമ്പാണെന്ന് തോന്നും. മനസ്സിലായില്ല? ഒരു കർമ്മത്തിൽ കർമ്മം ചെയ്യുന്നവൻ, കർമ്മം അനുഭവിക്കുന്നവൻ, കർമ്മത്തിന് വിഷയീഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ആ കർമ്മത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതിനുപയോഗിക്കുന്ന ദ്രവ്യം, ഇവയുടെയെല്ലാം സ്വഭാവത്തെയും സ്വരൂപത്തെയും സമഗ്രമായ ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും പദാർത്ഥ വിജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയ വിജ്ഞാനത്തിൻ്റെയും മനോവിജ്ഞാനത്തിൻ്റെയും ജനിതക വിജ്ഞാനത്തിൻ്റെയും സമുചിതമായ സങ്കേതങ്ങളിൽ നോക്കിക്കണ്ട് വ്യാഖ്യാനിക്കാവുന്നവനിൽ നിന്ന് നിയമവും ഭരണവും സ്മൃതിയും ശ്രുതിയും ഒക്കെ രൂപാന്തരപ്പെട്ടു വരണം എന്ന വിചാരമൊന്നും ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ ലോകത്ത് ഇല്ല. ആക്ഷേപം കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടാവാം. കുറഞ്ഞു പോയെന്നും ചിലർ പറഞ്ഞേക്കാം. രണ്ടുപേരും കൂടെ ചേർന്നെടുക്കുമ്പോൾ എനിക്ക് പറയാവുന്ന ഉത്തരവുമാവും. Am I right? ശരിയല്ല. നിങ്ങളിലെ പ്രായമായവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ചിന്ത നേരെയാവുമോ എന്ന് നോക്കാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് ഓടുകൊണ്ടുള്ള വട്ടളങ്ങളും ഉരുളികളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. കിണ്ടികളുമൊക്കെ ഓർമ്മയുണ്ടാവും. അത് സാധാരണ കരുവാൻ മൂശയുണ്ടാക്കി ചെയ്യുമ്പോൾ ആരും കാണരുതെന്ന് നിർബന്ധം പിടിച്ചിരുന്നു. അതീവ രഹസ്യമായാണ് കൂട്ടിയോജിപ്പിച്ചത്. പേറ്റന്റ് കൊണ്ടൊന്നുമല്ല. ചിലർ കണ്ടാൽ അത് പൊട്ടിപ്പോകുമെന്നും പൊട്ടിയാൽ അതൊരു അപശകുനമാണെന്നും പ്രത്യേകിച്ച് വെള്ളോടിൻ്റെ പാത്രങ്ങളും മറ്റും പൊട്ടുന്നത് വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ സൂചനയാണെന്നുമൊക്കെ അക്കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇസ് ഇറ്റ് റൈറ്റ്? ഇത്രയും ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കിയാൽ ഇപ്പോൾ കുറേ പേരെങ്കിലും ആ ഓർമ്മയുള്ളവരുണ്ട്. ഭൗതികമായി ആ കരുവാനോ ഭൗതികമായി അത് വാങ്ങുന്നവനോ ഭൗതികമായി അത് ഉപയോഗിക്കുന്നവനോ ഭൗതികമായി ഭരണാധികാരിയോ കരുതാത്ത കാലം. അത് ഉപയോഗിച്ചവനും അതുണ്ടാക്കിയവനും ആ കരുതലിൻ്റെ പേരിൽ ഒരത്ഭുതവും പറഞ്ഞ് പണം കൂടുതൽ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, പണത്തിന് കണക്ക് പറയുന്നത് പോലും തെറ്റാണെന്നാണ് ഈ അറിവ് അവരെ പഠിപ്പിച്ചത്. ഇസ് ഇറ്റ് റൈറ്റ്? അപ്പോൾ അതിൻ്റെ പേരിലുണ്ടാക്കിയ ചൂഷണത്തിനുള്ളൊരു വഴിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനാവില്ല. മനസ്സിലായി? ഇന്നാണ് മനുഷ്യൻ എല്ലാത്തിലും സങ്കേതത്തെ രഹസ്യമാക്കി വെച്ച് ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്.
അതിതെല്ലാം ശാസ്ത്രം തുറന്നു വന്നു എന്ന് പറയുന്ന ഭൗതിക ചുറ്റുപാടിലാണ് ഞങ്ങൾ വാക്കിന് പോലും പേറ്റന്റ് എടുക്കുന്നത്. റൈറ്റ്? എൻ്റെ ഈ വാക്കൊന്നും നിങ്ങൾക്ക് വേറെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിതിന് പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ എനിക്ക് ഫെഡറൽ ലോ അനുസരിച്ച് കേസെടുക്കാം. കേസിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെയാണ് ഇന്ന് പേറ്റന്റ് ലോ നിൽക്കുന്നത്. അപ്പൊ ചൂഷണമെന്ന പദവും ചൂഷണമെന്ന രീതിയും പൗരാണികം എന്നതിനേക്കാൾ ആധുനികമാണ്. ശരിയെല്ലാം തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. അല്ലേ? ഞാനൊരു പാട്ട് പാടിയാൽ വേറൊരുത്തൻ ആ പാട്ട് പാടിയാൽ ഇത്ര % എനിക്ക് തരണം എന്ന നിയമം ഉണ്ടാക്കി വെച്ചിട്ട് പണ്ട് ചൂഷണമായിരുന്നു, ഇപ്പൊ ചൂഷണമില്ല. എൻ്റെ വീട്ടിൽ കിടക്കുന്ന മണ്ണ് വാരിക്കൊണ്ടുപോയി അതിൻ്റെ അവകാശം നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ മണ്ണ് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് പണം ഞാൻ തരണം എന്നത് ചൂഷണമില്ലായ്മയും പണ്ട് ഈ മണ്ണ് സ്വാതന്ത്ര്യത്തോടെ വാരിക്കൊണ്ടുപോയത് ചൂഷണവുമാണ്. ശരിയല്ല? ശരിയല്ല. ഞാനൊന്ന് ചമ്പ്രം മടിഞ്ഞിരുന്നിട്ട് എൻ്റെ മുത്തച്ഛനും മുത്തപ്പനും എൻ്റെ അയൽവക്കക്കാരും ചമ്പ്രം മടിഞ്ഞിരുന്നത് എല്ലാം മറന്ന് ചമ്പ്രം മടിഞ്ഞിരിക്കുന്നതിന് ഞാൻ പേറ്റന്റ് എടുത്തിട്ട് നിങ്ങൾ ചമ്പ്രം മടിഞ്ഞിരുന്നാൽ മനസ്സിലായില്ല. എനിക്ക് പണം തരണം എന്ന് പറയുന്നത് ചൂഷണമില്ലായ്മയും നന്മയും വികാസവും ആധ്യാത്മികതയും എല്ലാമായി മാറുകയും ഇന്നലെയുള്ളത് ചൂഷണമാണ് എന്ന് പറയുകയും ചെയ്യുക. എല്ലാം ശരിയാണോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് ഒരു കള്ളവും കൂടല്ലേ? അതിശയോക്തിയല്ലേ? ഞാൻ പറയുന്നത് ശരിയാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ എനിക്ക് തുടരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് പോകുന്നത്. പണ്ട് എല്ലാ സമൂഹത്തിലും എല്ലാ തൊഴിലിലും ദ്രവ്യവും മനസ്സും തമ്മിലുള്ള ചേർച്ചയുടെ ഒരു രഹസ്യമുണ്ടായിരുന്നു. ക്ഷീണ സമൂഹത്തിലാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന അതിൽപ്പെട്ട ഒരുവൻ പോയൊരു ചെടി പറിക്കുമ്പോഴും അത് രഹസ്യം തന്നെയായിരുന്നു. പഴയൊരു കേട്ടുകേൾവി കൂടി പറഞ്ഞാൽ, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടുകേൾവി കൂടി പറഞ്ഞാൽ ഈ അധ്യായം പൂർത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പമാകുമെന്ന് തോന്നുന്നു. പണ്ടൊരു ഇല്ലത്താൾക്ക് വലിയൊരു അസുഖം വന്നു. അപ്പോൾ ആഢ്യനായ ബ്രാഹ്മണൻ വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം പഠിച്ച ഒരു ശാസ്ത്ര മാതൃകയിലും അതിന് കാര്യമായ പ്രതിവിധിയില്ല. അപ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ പറഞ്ഞു, മലയൻ ഇതിനൊരു മരുന്നറിയാം. മലയനോട് ചോദിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, തീർച്ചയാണ്. അപ്പോൾ ചെന്നപ്പോൾ മലയൻ്റെ രഹസ്യ സങ്കേതത്തിലാണ് ഇതിൻ്റെ അറിവ് കിടക്കുന്നത്. അപ്പോൾ മലയൻ പറഞ്ഞു, രോഗിയെ കാണണം. രോഗിയെ കാണാൻ പറ്റൂലല്ലോ, കാരണം മലയൻ കണ്ടാൽ രോഗിയെ പടിയടച്ച് പിണ്ണം വെക്കണം. അപ്പോൾ ഈ പോയ കാര്യസ്ഥൻ മലയനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മലയ, അത് നിന്നെ കാണിക്കാനാവില്ല, ഇല്ലത്തോളം നീ കണ്ടാൽ പിന്നെ പടിയടച്ച് പിണ്ണം വെക്കണം, പിന്നെന്തിനാ ചികിത്സിക്കുന്നത്? അതിന് മലയനൊരു വഴി പറഞ്ഞു കൊടുത്തു. അതിന് ഇല്ലത്തോളം നേരിട്ട് കാണണമെന്നില്ല, ഒരു നിലക്കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഒരു ആംഗിൾ ഇല്ലത്തോളിരിക്കുമ്പോൾ
മറ്റേ കോണിൽ നിന്ന് ഞാൻ കണ്ടോളാം. ആ കണ്ണാടി പടിയടച്ച് പിണ്ണം വെച്ചാൽ മതി. യു ക്യാൻ ഫോളോ. അവനാ അന്നത്തെ ആ പ്രാകൃതങ്ങളോ പുരോഗമനപരങ്ങളോ ആയ വിശ്വാസങ്ങളോടൊന്നും അവനെതിരൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഒരു ജീവനാണ്, അതിനെ രക്ഷിക്കാൻ അടിയന് പറ്റും. അടിയൻ രക്ഷിക്കുമ്പോൾ ആ ജീവനെ പടിയടച്ച് പിണ്ണം വെക്കുമൊന്നും വേണ്ട. അടിയൻ കാണുന്നത് കണ്ണാടിയാ. മനസ്സിലായില്ല? അടിയൻ കാണുന്ന കണ്ണാടി പടിയടച്ച് പിണ്ണം വെച്ചു. അടിയന് വിരോധമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഈ ഇല്ലത്തോളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വിരോധം വന്നെങ്കിലേ ഉള്ളൂ. മനസ്സിലായില്ല? അത് ഇതിൻ്റെ അകപ്പൊരുളുകൾ തേടാത്തവർക്ക് വിരോധം വന്നെങ്കിലേ ഉള്ളൂ. അതിന് മലയൻ ഉത്തരവാദിയുമല്ല. മലയൻ വന്ന് മുറ്റത്ത് നിന്നു. ഇതേ ഉള്ളോ കാര്യം. ഇതിന് മരുന്നൊന്നും വേണ്ട. അടിയൻ്റെ ഗുരു ഉപദേശിച്ച മന്ത്രത്തിൻ്റെ പകുതി മതി. മുഴുവൻ മന്ത്രം പോലും വേണ്ട. ഇത്രയേ ഉള്ളൂ കാര്യം. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണോ രോഗം? ഇത് അടിയൻ പഠിച്ച മരുന്നൊന്നും ഇതിന് വേണ്ട. അത്രയ്ക്കുള്ള കാര്യമില്ല, ഇത് നിസ്സാരമാണ്. മനസ്സിലായില്ല? എന്നാൽ ഇനി മന്ത്രം നോക്കാമെന്ന് വെച്ചാൽ അതും ഇത് മുഴുവൻ വേണ്ട. ഇതൊരു മന്ത്രത്തിൻ്റെ പകുതി മതി. അപ്പം ഇനി മന്ത്രം എങ്ങനെയാണ് ഇവരുടെ മേലാവുക? അതിനും അടിയൻ വഴിയുണ്ടാക്കി തരാം. അടിയൻ നിലത്ത് മന്ത്രം എഴുതാം. തിരുമേനി വെള്ളം തളിച്ചിട്ട് മന്ത്രം നോക്കുക. ശുദ്ധായി. എന്നിട്ട് ഈ മന്ത്രം തലയിൽ കൈതൊട്ട് ഇല്ലത്തോളുടെ ചെവിയിൽ ഉരുവിടുക. രോഗം പോവും. അതീവ രഹസ്യമാണ് ഈ മന്ത്രം. പകുതിയേ ഉള്ളൂ, മുഴുവനില്ല. വളരെ ഭക്തിയോടുകൂടി വേണം ചൊല്ലാൻ. രാവിലെ കുളിച്ച് ശുദ്ധമായിരിക്കണം. മനസ്സിൽ ഹിംസാസ്ഥേയമൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് ജപിക്കണം. മലയൻ കാര്യം പറഞ്ഞു. ഇപ്പം മന്ത്രം കിട്ടാൻ ധൃതിയായി. മലയൻ എഴുതി നൊച്ചി. നൊച്ചി എന്നെഴുതി. ഇതാണ് മന്ത്രം. പകുതി മന്ത്രമാണ്. ആഢ്യൻ വളരെ ഭംഗിയായിപ്പോയി വെള്ളം തളിച്ച് നോക്കി. നൊച്ചി. പൂർണ്ണ വിശ്വാസത്തോടെ അയാൾ ഇല്ലത്തോളുടെ അടുക്കൽ വന്ന് തലയിൽ കൈവച്ച് നൊച്ചി എന്ന് ജപിച്ചതും രോഗം പോയി. രോഗം പോയപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായി. തൻ്റെ ശാസ്ത്രത്തിലില്ലാത്ത ഈ ഒരു സാധനം മുഴുവൻ പഠിച്ചാൽ എന്തായിരിക്കും കഥ? മനസ്സിലായില്ല? ഇത് പകുതി മന്ത്രമേ ഉള്ളൂ. മുഴുവൻ ജപിച്ചാൽ മാറുന്ന രോഗം മതിയായിരുന്നു ഇല്ലത്തോൾക്ക്. ഇത് ഒരുപാട് ഒരു പ്രയോജനമുള്ളതാണ്. കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം പോയി മലയനെ കണ്ടു പറയുക, തമ്പുരാൻ ആ മന്ത്രം മുഴുവൻ പഠിക്കണം. മലയൻ പറഞ്ഞു, അതിനെന്താണ്, അടിയൻ ബാക്കി കൂടെ എഴുതിയേക്കാം. മലയൻ വന്നു. അവിടെ എഴുതി നൊച്ചിവായ. മനസ്സിലായില്ല? തിരുമേനി വെള്ളം തളിച്ചു വായിച്ചു, നൊച്ചിവായ. ഭഗവാനെ, ഭൂതനാഥ, നിന്നെ ഇവൻ ജപിച്ചിട്ട് അതിൻ്റെ പകുതി കൊണ്ട് നീ അവൻ്റെ വിഭൂതികൾ വർദ്ധിപ്പിക്കുമ്പോൾ മുഴുവനും കയ്യിൽ ഇത്രയും കാലം ജപിച്ചോതിയ എൻ്റെ കയ്യിലില്ലാതെ വരിക. മനസ്സിലായില്ല? അപ്പം രഹസ്യങ്ങൾ അന്ന് എല്ലായിടത്തും ഉണ്ട്. എങ്ങനെയാണ് മനസ്സതിൽ പ്രതീകാത്മകമായത്? അതിന്നുമുണ്ട്. ഒരു വ്യക്തിക്ക് വിശിഷ്ടമെന്ന് അയാൾ കരുതുന്ന ഒരു വസ്തു കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഉപഭോഗത്തെ മറന്നും സൂക്ഷിക്കുന്നവരുണ്ട്. മനസ്സിലായില്ല?
വളരെ വിശിഷ്ടമായൊരു വസ്തു എൻ്റെ കയ്യിൽ കിട്ടി. അത് അത്യന്താപേക്ഷിതമായ ഒരുവൻ അവിടെ ഇരിക്കുമ്പോൾ അത് കൊടുക്കില്ല, എന്ത് കേസ് കളിച്ചാലും എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്ന ഞാനുണ്ട്. ശരിയാണ്, ശരിയാണ്. അതെൻ്റെ കയ്യിലുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്ന ഞാനുമുണ്ട്. ശരിയല്ല. അത് എനിക്കും എൻ്റെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും മാത്രമേ ഉതകൂ എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. ശരിയല്ല. അന്യരാർക്കും ഒരിക്കലും ഉപയോഗിച്ചുകൂടാ എന്ന് നിർബന്ധമുള്ളവരുമുണ്ട്. ഈ സ്വഭാവങ്ങൾ നിയമനിർമ്മാണ വ്യവസ്ഥ കൊണ്ടോ പുരോഗതി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ദ്രവ്യത്തിൻ്റെ ഭൗതികമായ അന്വേഷണം കൊണ്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ദ്രവ്യവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കി പൗരാണികമായി നിലനിന്നിരുന്ന രഹസ്യങ്ങളെല്ലാം മാറിയെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. വസ്തുത അവ കൂടുതൽ അന്താരാഷ്ട്ര തലങ്ങളിൽ കാർക്കശ്യത്തോടുകൂടി വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ? ചോദ്യം മനസ്സിലായില്ല. കർമ്മരംഗത്തേക്ക് ഇന്ദ്രിയങ്ങളും ദ്രവ്യങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടുന്ന രഹസ്യങ്ങളുടെ ലോകത്ത് പഠനങ്ങൾ അറ്റുപോവുകയും അവയെ നിലനിർത്തി സുഖം തന്ന രഹസ്യങ്ങളെ ഇല്ലാതാക്കിയെന്ന് വ്യാമോഹിക്കുമ്പോഴും ദുഃഖം തരുമാറ് രഹസ്യങ്ങൾ കൂടുകയല്ലേ ചെയ്തത്? ഒരുവൻ്റെ കയ്യിൽ ഒരൗഷധത്തിൻ്റെ ഔഷധ രഹസ്യം ഇരിക്കുന്നത് അത് മനോഹരമായി ഉപയോഗിക്കുന്നവന് മാത്രം പങ്കുവെച്ച് കൊടുത്തതിൻ്റെ ശുദ്ധികളുണ്ടോ എന്ന് നോക്കി കൊടുക്കുകയും അല്ലാത്തവന് കൊടുക്കാതിരിക്കുകയും ചെയ്ത് രഹസ്യം നിലനിർത്തി അതിനെ ഉപയോഗപ്പെടുത്തിയ ഇന്നലകൾ. എഗ്രീഡ്. എല്ലാവർക്കുമായ അറിവ് തുറന്നു കൊടുത്തില്ല എന്ന ആക്ഷേപം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അന്ന് കുറേ പേർക്ക് ഉപയോഗപ്പെടുമാറ് അത് രഹസ്യമായി നിലനിർത്തിയിരുന്നു. എഗ്രീഡ്. ഇന്ന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ രഹസ്യമില്ലെല്ലാം ഭൗതികമാണ് പരസ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പേറ്റന്റ് എന്ന പുതിയ പേരിൽ അതിന്മേലുള്ള അവകാശങ്ങൾ എൻ്റെ പിടിയിൽ നിലനിർത്തിക്കൊണ്ട് ആരും ഉപയോഗിക്കാതിരിക്കുന്ന വിധത്തിൽ ആ പൗരാണികമായ അസ്പർശ്യതയെ നിയമബദ്ധുരമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അത്തരൊരു വ്യവസ്ഥയിൽ എൻ്റെ കൈ ചലിക്കുന്നതും കാല് ചലിക്കുന്നതും ദ്രവ്യത്തോട് ബന്ധപ്പെടുന്നതും ചാരുവായ എൻ്റെ അന്തരംഗ സാധനയ്ക്ക് അനുഗുണമല്ലാതെ ലോകത്തിനും എനിക്കും ദ്രവ്യങ്ങൾക്കും സംഘർഷമുണ്ടാക്കിയാകുമ്പോൾ അന്തരംഗ സാധനയ്ക്ക് എങ്ങനെയാണ് ഇടം കിട്ടുക? ഒരളവ് വരെ അതിലുതിർന്ന അസ്വസ്ഥതയല്ലേ എൻ്റെ ആധ്യാത്മികതയിലേക്കുള്ള എടുത്തുചാട്ടം പോലും. കടന്ന കൈയാണ്. ആ പദം ഞാനങ്ങ് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചാൽ, കാരണം അതിന് വേറൊരർത്ഥവും കൂടുണ്ട്. ഈ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ ഒരാണ് പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയെന്നും പണ്ടും പെണ്ണാണിനെയും കൊണ്ട് ഒളിച്ചോടിയെന്നിന്നും പറയുന്നത് പോലെ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനാവാത്ത ദ്രവ്യസഞ്ചയത്തോടുള്ള കാമവുമായി ഒളിച്ചോടുന്നതും അതുതന്നെയാണെന്നിരിക്കെ
നിങ്ങളിൽ അത്തരം സങ്കല്പങ്ങൾ ഉണർത്തുന്ന വിഭൂതികൾ വരണ്ട എന്ന് വിചാരിച്ചാണ്, അതാണെങ്കിലും ഒളിച്ചോട്ടം എന്ന പദം ഉപയോഗിക്കേണ്ടെന്ന് വെച്ചത്. മനസ്സിലായില്ല? അതെ, ഞാനത് അംഗീകരിക്കുക ചെയ്തേ. ആ പദം റൈറ്റാണെന്ന് അംഗീകരിക്കുകയാണ് ഇത്, എതിർക്കുകയല്ല ഇത്. പദം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്, ഓർക്കാത്തത് കൊണ്ടല്ല അന്നേരം. പക്ഷെ ഇങ്ങനൊരു കുഴപ്പം ഓർത്തിട്ടാണ്, അത്രയേ ഉള്ളൂ. ഒരു ദ്രവ്യവും ഞാനും തമ്മിലുള്ള ബന്ധം ഭൗതികേതരമാകുമ്പോൾ അത് ഉരുത്തിരിച്ചുണർത്തുന്ന അസ്വസ്ഥത എന്നെ കർമ്മരംഗത്തു നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ 1000 കർമ്മങ്ങൾ തത്തിക്കളിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് വിട്ട് ആധ്യാത്മിക വിഭൂതിയിൽ അഭയം തേടിയാലും ഇവിടെ ഞാൻ സങ്കല്പിച്ച എല്ലാ കർമ്മങ്ങളും ഇതിനേക്കാൾ ശക്തമായി അവിടെ തുടങ്ങുമ്പോൾ, മനസ്സിലായില്ല, അതിൻ്റെ മമതകളെല്ലാം ഞാൻ അവിടെ പുലർത്തുമ്പോൾ, കർമ്മരംഗമാകെ മമതയുടെ കോടരമായി മാറുമ്പോൾ, ബാഹ്യസാധനയിൽ നിന്ന് വാക്കും മനസ്സും പ്രവൃത്തിയും മനോവാക്കായ കർമ്മങ്ങളെ ചേർത്തു വെച്ച് എന്നാണ് എൻ്റെ അന്തരംഗ സാധനയിലൂടെ എനിക്ക് മുന്നേറുവാൻ കഴിയുക? ചോദ്യം ക്ലിഷ്ടമല്ലാതെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാഹ്യ സാധനയുടെയും ബാഹ്യ പ്രവൃത്തിയുടെയും ബാഹ്യ കർമ്മത്തിൻ്റെയും സ്വരൂപ വിജ്ഞാനം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഞാനൊരു കർമ്മത്തെ ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്ത് ലാഭമോ നേട്ടമോ അറിവോ ഉണ്ടാക്കുകയല്ല, ആ കർമ്മമെന്ന അജ്ഞാനത്തിൻ്റെ കറ എൻ്റെ ബോധത്തിൽ നിന്ന് ഞാൻ തുടച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്ന പുതിയൊരു വ്യാഖ്യാനം എനിക്ക് അന്തരംഗ സാധനയിലേക്ക് പോകാൻ അനിവാര്യമായിത്തീരുന്നു. ഞാനൊരു കർമ്മത്തെ ചെയ്യുമ്പോൾ എൻ്റെ ബോധത്തിലേറ്റ ആ കർമ്മകാമന എന്ന കറ മനസ്സ്, വാക്ക്, കർമ്മം എന്ന 3 വിഭൂതികളിൽ സൂക്ഷ്മവും കാരണവും സൂക്ഷ്മവും സ്ഥൂലവുമായി കിടക്കുന്ന ആ 3 പാപക്കറ കർമ്മമായി പൂർത്തീകരിച്ച് തീർക്കുന്നതിലൂടെ അത് തുടച്ചു കളയുകയാണ്. ആ കർമ്മത്തിൽ നിന്ന് ഞാനൊരു നേട്ടമുണ്ടാക്കുകയോ ആ കർമ്മം ലോകത്തിന് പ്രയോജനപ്രദമാകുന്നു എന്ന് ഞാൻ അഭിമാനിക്കുകയോ ആ കർമ്മം എൻ്റെ സ്വരൂപമാണെന്ന് ഞാൻ വിശ്വസിക്കുകയോ ചെയ്യുകയല്ല അറിവുള്ളവൻ ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് അന്തരംഗ സാധന. എപ്രകാരമാണോ എന്നിൽ രൂപാന്തരപ്പെട്ട മലമായി ഗുദദ്വാരത്തിലൂടെ പോകുന്നത്, അത് പോയി കഴിയുമ്പോൾ വല്ലാത്തൊരാശ്വാസമുണ്ടാകുന്നത്. മനസ്സിലായില്ല? എപ്രകാരമാണോ മൂത്രമൊഴിഞ്ഞു പോകുന്നത്, അതുപോലെ എൻ്റെ മലവും മൂത്രവുമായി ഒഴിഞ്ഞു പോകുന്നതാണ് ഈ കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും. അല്ലാതെ അവയൊന്നും എൻ്റെ വിഭൂതികളല്ല എന്ന് തിരിച്ചറിയലാണ് കർമ്മരംഗത്ത് അന്തരംഗ സാധനയിൽ പ്രാഥമികമായി മനുഷ്യൻ അറിയേണ്ടത്. കർമ്മരംഗങ്ങൾ അതുകൊണ്ടൊരുവൻ്റെ ആധ്യാത്മിക വിഭൂതിയുടെ അളവുകോലല്ല. ഏത് എന്ത് വോളണ്ടറിയായി ചെയ്താലും നിങ്ങളിൽ സ്വേച്ഛയോ പരേച്ഛയോ അനിച്ഛയോ എന്ന ഇച്ഛ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതൊരു പാപക്കറയാണ്.
അനിച്ഛയായിരുന്നാൽ പോലും നിങ്ങളുടെ ഇച്ഛ വന്നില്ലെന്നേ ഉള്ളൂ, കർമ്മത്തിൽ ആവേഗമുണ്ടാവണം. അപ്പോൾ സമൂഹം എന്നൊരു ഇച്ഛയുണ്ട്. ഒറ്റ സൊല്യൂഷൻ ഇത് തിരിച്ചറിയുക. ഞാൻ ചെയ്യുന്ന ഈ കർമ്മവിഭൂതികളൊന്നും നേട്ടമായി ഞാൻ അഭിമാനിക്കാതിരിക്കുക. അതിൻ്റെ ജയാപജയങ്ങളെല്ലാം അനിവാര്യമാണ്. അതെൻ്റെ കാമനയിൽ ഉതിർന്നതാണ്. ഞാനത് ചെയ്തത് കാമത്തിലാണ്. അത് ചെയ്തു തീർന്നപ്പോൾ എൻ്റെ കാമം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ശുദ്ധനായിരിക്കുന്നു. അനിച്ഛ എന്നത് എനിക്കിച്ഛയില്ലെന്നേ അർത്ഥമുള്ളൂ. പ്രകൃതിയുടെ ഒരു ഇച്ഛയുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അത് മുമ്പ് പറഞ്ഞ പ്രകൃതിയുടെ ഇച്ഛയിലോ വ്യക്തിയുടെ ഇച്ഛയിലോ